ഹായ് എവരിവൺ. നമുക്ക് ഒരുപാട് ടൈപ്പ് ചെയ്യാനുള്ളപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് വോയിസ് ടൈപ്പിംഗ്. നമ്മൾ പറയുന്നത് ടൈപ്പ് ചെയ്യുന്നത് രീതിയിലേക്ക് മാറും. അത് നമുക്ക് മൊബൈലിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് എല്ലാവർക്കും അറിയാലോ, ടൈപ്പിംഗ് ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിൽ നമുക്ക് വോയിസ് ടൈപ്പിംഗ് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതില്ലെങ്കിൽ പോലും നമുക്ക് മറ്റൊരു വഴിയിലൂടെ നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും, വോയിസ് ടൈപ്പ് ചെയ്യാൻ പറ്റും. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഗൂഗിൾ ഡോക്ക് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സെർച്ച് ചെയ്താലും മതി. അതിന് ശേഷം ഓപ്പൺ ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ നിന്നും ബ്ലാങ്ക് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ മുകളിലത്തെ മെനുവിൽ ടൂൾസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ വോയിസ് ടൈപ്പിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു മെനു സൈറ്റിൽ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് നമ്മുടെ വോയിസ് ടൈപ്പ് ചെയ്യാനുള്ള ടൂൾ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് ഇന്ത്യ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നത്. അത് ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്യുക. ശേഷം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇതിലൊരു റെഡ് കളറിലേക്ക് അത് ആവും. ആ സമയത്താണ് നമ്മൾ പറയേണ്ടത്. പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വീണ്ടും തിരിച്ച് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. അതിൽ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഫോർമാറ്റിലേക്ക് വീണ്ടും വരും. ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. മുകളിൽ കാണുന്ന ഇൻറ്റു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ വോയിസ് ബട്ടൺ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വോയിസ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് വോയിസ് ടൈപ്പ് കുറച്ചുകൂടി ഈസി ആയില്ലേ? അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വോയിസ് ടൈപ്പ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇംഗ്ലീഷാണ് നമുക്ക് നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാംഗ്വേജ്. മലയാളമൊക്കെ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു മൈക്ക് ആവശ്യമാണ്. കാരണം ഇത് കറക്റ്റായിട്ട് പ്രൊനൗൺസിയേഷനൊക്കെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും വോയിസ് ക്ലിയർ ആയിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ടൊരു മൈക്ക് ആവശ്യമാണ്. ഇനി ആ മൈക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതുപോലെ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് മൈക്ക് വരുന്ന ഇയർഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കണക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വോയിസ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടെ എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇംഗ്ലീഷൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ആ വേർഡ് അതിൽ കറക്റ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്ന വേർഡ് ആയിരിക്കില്ല ചിലപ്പം അതിലേക്ക് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോയിസ് ടൈപ്പ് നമുക്ക് ചെയ്ത് വലിയൊരു കണ്ടന്റ് ഒക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.